എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഉഴുന്നുവടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഈ ഉഴുന്നുവടയിൽ സവാള ചേർക്കുന്നില്ല, അതിന് പകരമായി തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. ഇതുണ്ടാക്കുന്നതിന് 1 കപ്പ് ഉഴുന്ന് 3 മണിക്കൂർ കുതിർക്കാനിടുക. 2 മണിക്കൂർ പുറത്ത് ഉഴുന്ന് കുതിർക്കാനിട്ട ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഉഴുന്നരയ്ക്കുമ്പോൾ ചൂടായി മാവ് നേർത്തു പോവാതിരിക്കാനാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അല്ലെങ്കിൽ ഐസ് വെള്ളമോ ഐസ് ക്യൂബ്സോ 2-3 എണ്ണം ഇട്ട് അരച്ചാലും മതി. കുതിർത്ത ഉഴുന്ന് ഒരു മിക്സി ജാറിലിട്ട് അധികം വെള്ളമൊഴിക്കാതെ അരയ്ക്കുക. വെള്ളം സ്പൂണിൽ 2-3 സ്പൂൺ വെള്ളം മാത്രം അല്പാൽപമായി ഒഴിച്ച് അരയ്ക്കുക. ഇത് ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ചെറിയ ജാറിൽ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരയ്ക്കുന്നത്. നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളമാണ് അരയ്ക്കാൻ ഉപയോഗിക്കേണ്ടത്. മിക്സിയിൽ കൂടുതൽ നേരം ഒറ്റ സ്ട്രെച്ചിൽ അരയ്ക്കാതെ നിർത്തി അരയ്ക്കുക. മുഴുവൻ ഉഴുന്നും അരച്ചെടുക്കുക. കുറച്ച് കട്ടിയിൽ നല്ലപോലെ പൊങ്ങി വരണം മാവ്. ഉഴുന്ന് നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുക. ഉഴുന്നുവട പൂജയ്ക്ക് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിൽ സവാള ചേർക്കുന്നില്ല. ഇതിൽ ചേർക്കുന്ന ചേരുവകൾ 1/4 കപ്പ് അരിമാവ്, 3/4 സ്പൂൺ ഉപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1/2 സ്പൂൺ മുഴുക്കുരുമുളക്, 1 പച്ചമുളക് നുറുക്കിയത്, പിന്നെ തേങ്ങാക്കൊത്തുമാണ്. അരച്ച ഉഴുന്നുമാവ് 5 മിനിറ്റ് കൈകൊണ്ടോ ബീറ്റർ കൊണ്ടോ അടിച്ച് പതപ്പിക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, കുരുമുളക്, കറിവേപ്പില എന്നിവ ചേർക്കുക. തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നരയ്ക്കുമ്പോൾ ലേശം ലൂസായാൽ അതിനനുസരിച്ച് അരിമാവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉഴുന്നുവട തട്ടുന്നതിന് കയ്യിൽ വെള്ളം നനച്ച് ഒരു ഉരുള മാവെടുത്ത് വിരൽ വെള്ളത്തിൽ മുക്കി നടുക്ക് ഓട്ടിയിടുക. ഇനി ഉഴുന്നുവട വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിലോ കടലെണ്ണയോ നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. എണ്ണ ചൂടായോ എന്നറിയാൻ എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കൈവച്ചാൽ കയ്യിലേക്ക് ചൂടടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എണ്ണ ചൂടായി എന്ന്. അല്ലെങ്കിൽ മാവിൽ നിന്നും ചെറിയ ഒരു ഉരുളയെടുത്ത് എണ്ണയിലിട്ടാൽ മാവ് എണ്ണയിൽ നിന്നും ഉടനെ മുകളിലേക്ക് പൊങ്ങി വന്നാലും മനസ്സിലാക്കാം എണ്ണ ചൂടായി എന്ന്. എണ്ണ ചൂടായാൽ വടകൾ തട്ടി എണ്ണയിലേക്ക് സാവകാശം ഇടുക. ഇനി ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വട ഇട്ടതും ഉടനെ വട ചുവന്നു വരും. ഉള്ള് നല്ലപോലെ വെന്ത് കിട്ടില്ല. അതിനാലാണ് ഗ്യാസ് മീഡിയത്തിനും താഴെ വയ്ക്കാൻ പറയുന്നത്. വട ഇട്ടതും ഉടനെ ഇളക്കാതെ 1 മിനിറ്റിന് ശേഷം മാത്രം മറിച്ചിടുക. അല്ലെങ്കിൽ വട പൊട്ടിപ്പോകും. ഇങ്ങനെ വട 2 സൈഡും ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എണ്ണയുടെ പത അടങ്ങി കളർ മാറിയാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ എത്ര വട വേണമോ അതിനനുസരിച്ച് ചുടുക. ബാക്കി മാവ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ എന്നിവയുടെ കൂടെ വട ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ 4 മണിക്ക് ചൂടോടെ വടയുണ്ടാക്കി ചായയോടൊപ്പം കഴിക്കാം. പിന്നെ ഈ ഉഴുന്നുവട ഉണ്ടാക്കി സാമ്പാറിലിട്ട് കഴിച്ചാൽ സാമ്പാർ വടയായി. തൈരിൽ ഉപ്പ്, ലേശം പഞ്ചസാര എന്നിവ ചേർത്ത് ഉടച്ച് വടയിട്ട് മുകളിൽ ബൂന്തി, ക്യാരറ്റ്, മല്ലിയില എന്നിവ വിതറി രുചിയുള്ള തൈര് വട തയ്യാറാക്കാം. ഇനി വട രസത്തിലിട്ട് അങ്ങനെയും കഴിക്കാം. അതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.